നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ആവശ്യങ്ങൾ നടക്കണം എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുക. എന്നാൽ ചിലപ്പോൾ അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളാകും വന്നു ചേരുക. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന പല ആവശ്യങ്ങളും പല ആഗ്രഹങ്ങളും നടക്കുമോ ഇല്ലയോ എന്ന് അറിയുക പ്രയാസകരമേറിയ കാര്യമാകുന്നു. അതേക്കുറിച്ചും മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ പ്രധാനമായും പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ 2 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. രണ്ടും ഭഗവതി ചിത്രങ്ങളാണ്. ഈ 2 ഭഗവതി ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഭഗവതി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്ന 2 ഭഗവതി ചിത്രങ്ങളിൽ ഒരു ചിത്രം ഏവരും തിരഞ്ഞെടുക്കുക. ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനു മുൻപ് ഏവരും കമന്റ് ബോക്സിൽ അമ്മേ നാരായണ എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച നടത്തുന്ന ദേവീ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ദേവിയുടെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. മനസ്സിൽ വിചാരിച്ചതായ ആഗ്രഹങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നിരുന്നാൽ പോലും നടക്കുവാനുള്ള സാധ്യതകൾ കുറവ് തന്നെയാണ്. ഇപ്പോൾ നടക്കുവാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ അതിപ്പോൾ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ, ഇപ്പോൾ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയില്ല എങ്കിൽ പിന്നെയും വളരെയധികം കാലതാമസം നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വിജയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. കാര്യങ്ങൾ അനുകൂലമല്ല എന്നിരുന്നാൽ പോലും ഈ സമയം പ്രയത്നിക്കുകയാണ് എങ്കിൽ അത് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വിധത്തിലുള്ള തിരിച്ചടികൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം. അതിനാൽ മനസ്സ് മടുത്ത് അത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിവാവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യാറ്. എന്നാൽ അത്തരത്തിൽ ചെയ്യാതെ ജയം നേടുവാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. കഴിവും പ്രാപ്തിയുമുള്ള വ്യക്തികളാണ് നിങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ യഥാവിധി മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് കഴിവും പ്രാപ്തിയും ഉള്ളതിനാൽ തന്നെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാകുന്നു. എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും വിജയങ്ങൾ തേടി വരാൻ സാധ്യത കൂടുതലുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ദീർഘമായ യാത്രകൾ തന്നെ നിങ്ങൾക്കുണ്ട്. വിജയങ്ങൾ നേടിയുള്ള ആ ദീർഘമായ യാത്ര നിങ്ങൾക്ക് സാധ്യമാകും എന്ന് തന്നെ പറയാം. എന്നാൽ ശ്രമങ്ങൾ നിങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ്. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ അത് നിങ്ങൾക്ക് നടക്കില്ല എന്ന ചിന്താഗതി മനസ്സിലേക്ക് അത്തരത്തിൽ മുൻവിധിയോടെ സമീപിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ നടക്കാം. എന്നാൽ ഇപ്പോൾ ശ്രമിച്ച് നടന്നില്ല എങ്കിൽ പിന്നീട് കാലതാമസം നേരിടേണ്ടതായി വരും. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ പല രീതിയിലുള്ള കഷ്ടതകളുണ്ട്. ഈ ആഗ്രഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ടും അല്ലാതെയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കഷ്ടതകൾ വഴിമാറി പോവുകയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഫലങ്ങൾ ലഭിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ ഫലങ്ങൾ തന്നെ കടന്നു വരും. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ചെയ്യുന്ന പ്രവർത്തികളിൽ ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഭാഗ്യം അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ അത് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം നാം മറക്കുവാൻ പാടുള്ളതല്ല. പല പാഠങ്ങളും പഠിച്ച് ജീവിതത്തിൽ വിജയിച്ച് മുന്നേറുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അതിനാൽ എന്ത് കാര്യമാണ് എന്നിരുന്നാൽ പോലും അതേക്കുറിച്ച് പഠിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും.
അതിനാൽ ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം തന്നെ താൽക്കാലികമാണ് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. അഭിമാനിക്കുവാൻ സാധിക്കുന്നതായ നേട്ടങ്ങൾ, അത്തരത്തിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ പോലും വന്നു ചേരാം. അഭിമാനം, നിങ്ങളെക്കുറിച്ച് സ്വയം അഭിമാനം തോന്നുന്ന അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. അത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. വിവാഹം, കുടുംബജീവിതം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്നതാകുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതുപോലും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ വിവാഹവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടോ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതും ആഗ്രഹ സാഫല്യത്തിന് ഒരു തടസ്സമായി നിന്നിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ കർമ്മവിജയം നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും എന്ന് തന്നെ പറയാം. ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. സഹായിച്ചവരെ നിങ്ങൾ മറക്കുവാൻ പാടുള്ളതല്ല. അത് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. പലരും നിങ്ങളെ സഹായിക്കാനായി എത്തിച്ചേരും എന്ന കാര്യവും ഓർക്കാതിരിക്കരുത്. രോഗശാന്തി, മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. വിജയങ്ങൾ വരുമ്പോൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചു തന്നെ പെരുമാറുക. ഒരിക്കലും അമിതമായ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടുള്ളതല്ല. അമിതമായി സന്തോഷിക്കുന്നത് ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കുക. രണ്ടാമത്തെ ചിത്രം, ഭഗവതിയുടെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിലുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, അത്തരം ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാകുന്നു. പെട്ടെന്ന് തന്നെ വളർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പെട്ടെന്ന് തന്നെ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അതായത് ജീവിതത്തിൽ ആഗ്രഹങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. സ്ഥിരതയാർന്ന് തന്നെ നിങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയാണ് എങ്കിൽ, ആഗ്രഹത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് എങ്കിൽ ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക. കാരണം പുതിയ ബന്ധങ്ങൾ വരികയും അത് നിങ്ങളുടെ ആഗ്രഹം നടക്കുവാൻ, ആഗ്രഹ പൂർത്തീകരണത്തിന് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. പുതിയ വ്യക്തികളിൽ നിന്ന് പോലും പല പുതിയ രീതിയിലുള്ള ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് പുതിയ വഴികൾ തുറന്ന് ലഭിക്കുന്നതിനും സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. സ്ഥിരതയോടെ തന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കായി പ്രവർത്തിച്ച് മുന്നേറേണ്ടതാകുന്നു. എന്നാൽ മാത്രമേ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂ, ആഗ്രഹങ്ങൾ നടക്കൂ. അതിനാൽ തന്നെ തീർച്ചയായും ആ കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതായ കാര്യമാകുന്നു. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതായത് ആഗ്രഹങ്ങൾ വളരെ വേഗം നടക്കും എന്ന് തന്നെ പറയാം. പഴയ കാലം നിങ്ങൾ മറക്കുവാൻ പാടുള്ളതല്ല. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് ഇത്തരത്തിൽ പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും പല ആഗ്രഹങ്ങളും നടത്തിയെടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥകളുണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു. മുൻകാലത്തെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ആ കാര്യങ്ങൾ ഒഴിവാക്കുക. എപ്രകാരം പരാജയപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഫലപ്രദമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അത്തരത്തിൽ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹ സാഫല്യം അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാകുന്നു. അതിനാൽ തന്നെ കഠിനാധ്വാനത്തോടെ ഇത് നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ആഗ്രഹങ്ങൾ നടക്കുവാൻ നിരവധിയാർന്ന കടമ്പകൾ നിങ്ങൾ കടക്കേണ്ടതായി വരും. ആ കാര്യങ്ങൾ മറക്കാതിരിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. അത്തരത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആഗ്രഹങ്ങൾ വളരെ വേഗം നടക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടതായിട്ടുള്ളത്.
ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ചിട്ടയോടെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും കണ്ണടച്ച് തുറക്കും വേഗത്തിൽ തന്നെ ആഗ്രഹങ്ങൾ നടക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റു ചില കാര്യങ്ങളും വന്നു ചേരും. വളർച്ചയുണ്ടാകും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. കൂടാതെ ചിന്തിച്ച കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ ഫലങ്ങളും വന്നു ചേരും. ആരോഗ്യം അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. കർമ്മരംഗം അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ചതി തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. കഠിനാധ്വാനം നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യമാകുന്നു. ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതിനും കാരണമാകും. അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങൾ തീർച്ചയായും ശ്രമിക്കുകയാണ് എങ്കിൽ ആഗ്രഹ സാഫല്യവും ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങളും സംഭവിക്കും എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ സാധിക്കുക.